Hello all, welcome to my class. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെൻസീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ പറ്റിയാണ്. അതായത് ബെൻസീൻ കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ബെൻസീൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ പേരാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്കറിയാം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ് വന്ന് മറ്റൊരു എലമെന്റ് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അവിടെ അറ്റാക്കിംഗ് റിയേജന്റ് എന്തായിരിക്കും, എപ്പോഴും ഒരു ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇലക്ട്രോഫൈൽ മീൻസ് ദേ ആർ ഇലക്ട്രോൺ ലവിങ് ആൻഡ് ദേ ആർ ഓൾസോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാക്ക് ചെയ്തിട്ട് ഒരു എലമെന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉണ്ടാകുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് 5 തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഈ 3 തരത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നൈട്രേഷൻ, ഹാലോജിനേഷൻ, സൾഫനേഷൻ. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ ഫസ്റ്റ് വൺ ആണ് നൈട്രേഷൻ. നമുക്ക് നൈട്രേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ബെൻസീൻ കോമ്പൗണ്ട് എടുക്കുന്നു, അതിൻ്റെ അകത്തോട്ട് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള HNO3 ദാറ്റ് മീൻസ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള H2SO4 ദാറ്റ് മീൻസ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നൈട്രോബെൻസീനും വാട്ടറും കിട്ടുന്നതാണ് പറയുന്നത്. സോ അപ്പൊ നമ്മൾ അത് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ കോമ്പൗണ്ട് എടുക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് H2SO4. അപ്പൊ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. വി നോ ദാറ്റ് നൈട്രിക് എന്ന് പറഞ്ഞാൽ ആസിഡ്, നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. ഇപ്പൊ ഈ HNO3 split out. We can split and become 2 parts, positive part and negative part. NO2 plus OH minus ഫോം ചെയ്യും. NO2 OH minus ഫോം ചെയ്യും. അപ്പൊ HNO3 സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, NO2 OH minus ഫോം ചെയ്യും. This NO2 combines with this benzene compound and form nitrobenzene. ഇതെങ്ങനെ ശരിക്കും ഇതിന്റെ പുറകിൽ അത് നടക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ NO2, this is positive one, NO2 positive and OH minus. ഓക്കെ, അപ്പൊ NO2 പോസിറ്റീവ്, ഇതൊരു ബെൻസീൻ റിംഗ് ആണ്, ഒരു ബെൻസീൻ കോമ്പൗണ്ട് ആണ്. ഇത് ബെൻസീൻ കോമ്പൗണ്ട് ആണ്. ഈ NO2 പ്ലസ് എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് ഈ H പ്ലസിന് എന്ത് ചെയ്യും, അവിടുന്ന് എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കും. ഇവിടെ NO2 പ്ലസ് ആയിട്ട് മാറും. ഈ NO2 പ്ലസ് ബെൻസീൻ റിംഗുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടുത്തെ ഒരു H2 Hനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, NO2 ആയിട്ട് അവിടെ കമ്പൈൻ ചെയ്യും. പിന്നെ റിമൈനിങ് ആയിട്ടൊരു H ഉണ്ട്. ഇവിടുന്ന് നമ്മൾ റീപ്ലേസ് ചെയ്തൊരു H പ്ലസ് ഉണ്ട്. ഈ H പ്ലസും ഇവിടെ നമ്മൾക്ക് കിട്ടിയ OH മൈനസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, OH മൈനസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, H2O ഫോം ചെയ്യും. ദാറ്റ് ഈസ് H2O ഫോംഡ് ഹിയർ. ഒന്നും കൂടെ പറഞ്ഞുതരാം. ബെൻസീൻ റിംഗ് എടുക്കുന്നു, HNO3 ആഡ് ചെയ്യുന്നു. HNO3 ആഡ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയി NO2 പ്ലസും OH മൈനസും ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ NO2 പ്ലസ് എന്ത് ചെയ്യുന്നു, ബെൻസീൻ റിംഗുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അവിടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ NO2. റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നൈട്രോബെൻസീൻ കിട്ടും. റിമൈനിങ് വന്ന H പ്ലസും ഈ OH മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് കിട്ടും, വാട്ടറും ഫോം ചെയ്യും. സെക്കൻഡ് വൺ ആണ് ഹലോജിനേഷൻ. ഹലോജിനേഷന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ദിസ് ഇസ് റിലേറ്റഡ് ടു ഹാലോജൻസ്. ഹാലോജൻസ് നമുക്കറിയാം, ക്ലോറിൻ, ആഡിൻ, ബ്രോമിൻ ഒക്കെ എന്താണ്, ഹാലോജൻസ് ആണ്. അപ്പൊ ഈ ഹാലോജൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഹാലോജിനേഷൻ. നമ്മൾ ഇവിടെ ഹാലോജൻ ആയിട്ട് എടുത്തിട്ടുള്ള ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ ആണ് നമ്മുടെ ഹാലോജൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ റിംഗ് എടുക്കുന്നു, ബെൻസീൻ കോമ്പൗണ്ട് എടുക്കുന്നു. ഒരു ക്ലോറിൻ നമുക്കറിയാം ഒരു മോണോറ്റോമിക് ആയിട്ടുള്ള ആളാണ്. ആ ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റിയാക്ട് ഇൻ ദ പ്രസൻസ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് എൻഹൈഡ്രേസ് AlCl3. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. ഈ എൻഹൈഡ്രേസ് AlCl3യുടെ പ്രസൻസിൽ ക്ലോറിൻ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്ലോറോബെൻസീനും HCl ഫോം ചെയ്യും. ഇപ്പൊ ഇതെങ്ങനെയാണ് റിയാക്ഷൻ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ക്ലോറിൻ എന്ത് ചെയ്യും, ഇത് Cl2 സ്പ്ലിറ്റ് ആയിട്ട് Cl പ്ലസ് ആൻഡ് Cl മൈനസ് ആയിട്ട് ഫോം ചെയ്യും. ക്ലോറിൻ സ്പ്ലിറ്റ് ആയിട്ട് Cl പ്ലസും Cl മൈനസ് ആയിട്ട് ഫോം ചെയ്യും. ഈ Cl പ്ലസ് ഉള്ള ക്ലോറിൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇവിടുത്തെ ഹൈഡ്രജനെ കമ്പൈൻ ചെയ്ത് ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തല്ലേ. അപ്പൊ റീപ്ലേസ് ചെയ്താണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു H പ്ലസ് കിട്ടും. ഇവിടുത്തെ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ ക്ലോറിൻ വന്ന് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ഒരു H പ്ലസ് റീപ്ലേസ്ഡ് ആയി കളയും. ഇവിടെ ഒരു Cl മൈനസ് ഉണ്ട്. ഈ Cl മൈനസും ഈ H പ്ലസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും,
HCl ഫോം ചെയ്യും. That HCl is this. Once more ബെൻസീൻ റിംഗ് എടുക്കുന്നു, Cl2 നെ സ്പ്ലിറ്റ് ആയിട്ട് Cl പ്ലസും Cl മൈനസ് ആയിട്ട് മാറുന്നു. ഈ Cl പ്ലസ് എന്ത് ചെയ്യും, ഈ ബെൻസീൻ റിംഗിനകത്തുള്ള ഒരു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടുത്തെ സീറ്റ് ഓക്യുപ്പൈ ചെയ്യും. പിന്നെ ഈ Cl മൈനസും ഈ റീപ്ലേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, HCl ഫോം ചെയ്യും. അങ്ങനെ ഫൈനൽ പ്രൊഡക്റ്റ് ആയി നമുക്ക് എന്ത് കിട്ടും, ക്ലോറോ ബെൻസീനും HCl ഫോം ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോറിൻ ഏതൊക്കെ കേസിൽ ക്ലോറിൻ ബെൻസീൻ റിംഗുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെ ക്ലോറിന്റെ പ്രസൻസ് ഏതെങ്കിലും ഒരു ക്ലോറിൻ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ബെൻസീൻ റിംഗുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അവിടെയൊക്കെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരേ ഒരാളാണ് എൻഹൈഡ്രസ് AlCl3. എല്ലാ റിയാക്ഷൻസ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള റിയാക്ഷൻസ് എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോറിന്റെ പ്രസൻസ് ഉള്ള ഏത് റിയാക്ഷനും നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന AlCl3, എൻഹൈഡ്രസ് AlCl3 ആണ്. അതോർന്ന് ഓർത്ത് വെച്ചോളാം. തേർഡ് റിയാക്ഷൻ ആണ് സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സൾഫോണിക് ആസിഡ് ആണ് നമ്മൾ പറയുന്നത് സൾഫോണേഷൻ. യെസ്, ഇവിടെ നമ്മൾ അറ്റാക്കിംഗ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് സൾഫോണേഷൻ എന്നാണ് നെയിം വരാൻ കാരണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻസീൻ കോമ്പൗണ്ട് എടുക്കുന്നു. അതിന്റെ തൊട്ട് H2SO4 SO3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H2SO4 SO3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫേമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നമ്മൾ ഈ ഒരു പേര് വെച്ച് ഡിനോട്ട് ചെയ്യും. നമ്മളിവിടെ H2SO4 കാര്യം മാത്രമേ കൺസിഡർ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡ് ബെൻസീൻ കോമ്പൗണ്ട് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡും വാട്ടറും കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ദിസ് ഇസ് H2SO4. ഈ H2SO4 എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. നമുക്കൊരു ആസിഡ് ആണെന്നറിയാം, അപ്പൊ OH മൈനസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ആയി വരുന്നത്. അപ്പൊ എന്താണ് H2SO4 സ്പ്ലിറ്റ് ആകുമ്പോൾ SO3H പ്ലസ് ഒരു S, 3 O's and 1 H. റിമൈനിങ് എന്താണുള്ളത്, OH മൈനസ് ആണുള്ളത്. ഇങ്ങനെ ഇത് സ്പ്ലിറ്റ് ആവും. SO3H പ്ലസും OH മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഈ SO3H പ്ലസ് ഇതാണ് എന്താ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ അറ്റാക്കിംഗ് റിയേജന്റ്, ഇലക്ട്രോഫൈൽ ഇതാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ബെൻസീൻ അറ്റാക്ക് ചെയ്യും. ഇവിടെയാണ് ബെൻസീൻ കോമ്പൗണ്ട് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അത് അവിടെ കയറിയിരിക്കും. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അത് അവിടെ കയറിയിരിക്കും. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റിപ്ലേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ കാണും. ദെൻ ഈ OH മൈനസ് ഈ H പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്യും. OH മൈനസ് H പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും, ഇവിടെ വാട്ടർ ഫോം ചെയ്യും. ആ വാട്ടറാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ബെൻസീൻ റിംഗുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡും വാട്ടറും ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു SO3H പ്ലസ് ആയിട്ടും OH മൈനസ് ആയിട്ടും. ഈ SO3H പ്ലസ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആണ്, അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. അത് ബെൻസീൻ റിംഗിനെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബെൻസീൻ സൾഫോണിക് ആസിഡ് ഫോം ചെയ്യും. പിന്നെ ഇവിടുന്ന് റീപ്ലേസ്ഡ് ആയിട്ടുള്ള H പ്ലസും ഈ OH ഇവിടെ റിമൈൻ ചെയ്ത് OH മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, വാട്ടർ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് 3 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ nitration, second one halogenation, third one sulfonation. Hope you understand all these things.